ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 106 സിമിലർ ട്രയാങ്കിൾസിലെ പേജ് നമ്പർ 106 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ദ പോൾസ് ഓഫ് ഹൈറ്റ്സ് 3 meter and 2 meter are erected upright on the ground and ropes are stretched from the top of each to the foot of the other. അതായത് ഇവിടെ 3 meter അതുപോലെ 2 meter ലോങ് രണ്ട് പോൾസ് ഉണ്ട്. ഇതിൻ്റെ ഈ അറ്റത്ത് നിന്നും ഒരു റോപ്പ് നമ്മൾ വലിച്ച് ഈ ഒരു പോളിൻ്റെ ഈ അറ്റത്തേക്ക് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോളിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു റോപ്പ് വലിച്ച് ഇതിൻ്റെ ഫൂട്ടിലേക്ക് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് വാട്ട് height above the ground do the ropes cross each other? Prove that this height would be the same whatever the distance between the poles. Denoting the heights of the poles as A and B, the height of the point of crossing above the ground as H. Find the relation between A, B and H. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ക്വസ്റ്റ്യൻ. അതായത് 3 meter ലോങ് ഒരു പോളുണ്ട്, അതുപോലെ തന്നെ 2 meter ലോങ് ഒരു പോളുണ്ട്. ഗ്രൗണ്ടിലാണ് രണ്ട് പോൾസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ടോപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു റോപ്പ് വലിച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഒരു റോപ്പ് വലിച്ച് കെട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റോപ്സും കൂടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര അകലത്തിലാണ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആ ഹൈറ്റിനെ ഞാൻ എച്ച് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്ക് ആദ്യം കണ്ടെത്തണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. എ ബി സി എന്ന് ഞാൻ ഇതിന് പേര് കൊടുക്കുന്നുണ്ട്. ഡി സി പേര് കൊടുത്തു. ഇനി ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഹൈറ്റിനെ പി ക്യു ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി ആണ് അല്ലേ. ഞാൻ ഈ ഒരു ആംഗിളിനെ, അതായത് ട്രയാങ്കിൾ എ ബി സി എടുക്കുകയാണ്. എ ബി സിയും അതുപോലെ ട്രയാങ്കിൾ എ ബി സിയും അതുപോലെ ട്രയാങ്കിൾ പി ക്യു സിയും എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു സി, രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതിൽ ഈ ഒരു ആംഗിളിനെ ഞാൻ എന്തായിട്ടെടുത്തു? എക്സ് ആയിട്ടെടുത്തു. ഓക്കെ, എക്സ് ആയിട്ടെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി. ട്രയാങ്കിൾ എ ബി സി നോക്കുക, ഇത് 90 ഡിഗ്രി, ഇത് എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അഫ്കോഴ്സ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 90 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. ഇത് 90 എക്സ്, 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? അതും 90 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ എ ബി സിയും പി ക്യു സിയും സിമിലർ ട്രയാങ്കിൾസ് ആയല്ലോ. ആംഗിളല്ല, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു സിയും സിമിലർ ട്രയാങ്കിൾസ് ആയി അല്ലേ. അതായത് ആംഗിൾ സി, രണ്ടിലും ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണ്. ആൻഡ് ആംഗിൾ എ ബി സി എന്തിനോട് ഈക്വലാണ്? ആംഗിൾ പി ക്യു സിക്ക് ഈക്വലാണ്, അത് 90 ഡിഗ്രി ആണ്. ആംഗിൾ ക്യു പി സി എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ ബി എ സി ഈക്വൽ ടു 90 മൈനസ് എക്സ് ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി ക്യു സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി ആർ സിമിലർ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രയാങ്കിൾ പി ക്യു സി കൺസിഡർ ചെയ്യുന്നു, അതുപോലെ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുന്നു. ഇനി ആംഗിൾസ് ചെയ്ത എക്സ് ഡിഗ്രി, 90 മൈനസ് എക്സ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ പി ക്യു സിയിൽ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് പി ക്യു ആണ് അല്ലേ. അപ്പോൾ പി ക്യു ആൻഡ് 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് ക്യു സി ആണ്. ഓക്കെ, ആൻഡ് എ ബി സിയിലാണെങ്കിലോ എ ബി സിയിൽ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് എ ബി ആണ്. ആൻഡ് 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. സോ സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഈ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ പി ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ എച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പി ക്യൂന് പകരം എച്ച് കൊടുക്കുന്നു. ആൻഡ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 3 ആണെന്നറിയാം, ഈക്വൽ ടു ക്യു സി എത്രയാണ്? ഇവിടെ ക്യു സി എന്ന് പറയുന്നത് അറിയില്ല, അത് നമുക്ക്
കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ ക്യു സി അങ്ങനെ തന്നെ എഴുതി. ബി സി എത്രയാണെന്നും നമുക്കറിയില്ല. സോ ബി സിയും അങ്ങനെ തന്നെ എഴുതി. ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ ബി സിയും പി ക്യു സിയും കൺസിഡർ ചെയ്തതുപോലെ ഈ സൈഡിൽ ആംഗിൾ ബി ഡി സിയും ആംഗിൾ ബി പി ക്യുവും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സിമിലർ പ്രോപ്പർട്ടി ഇതിലും സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം, സിമിലർലി ട്രയാങ്കിൾ പി ബി പി ക്യു ആൻഡ് ട്രയാങ്കിൾ ബി സി ഡി ആർ സിമിലർ. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. ആൻഡ് ആംഗിൾ പി ബി സി ഈക്വൽ ടു ആംഗിൾ പി ബി ക്യു ഈക്വൽ ടു എക്സ് ഡിഗ്രി, ആംഗിൾ പി ക്യു ബി ഈക്വൽ ടു ആംഗിൾ ഡി സി ബി ഈക്വൽ ടു 90 ഡിഗ്രി, ആൻഡ് ആംഗിൾ ബി പി ക്യു ഈക്വൽ ടു ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 90 - എക്സ് ഡിഗ്രി അല്ലേ? ഒരു ആംഗിൾസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ടെന്ന് കരുതുന്നു. അതായത് ആംഗിൾ പി ബി സി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ പി ബി സി ഡി ബി സി എടുക്കാം. ഡി ബി സിയും പി ബി സി സെയിം ആയിരിക്കും. സോ ഡി ബി സി എന്ന് പറയുന്ന ആംഗിൾ ഇത് എക്സ് ആണെങ്കിൽ ആൻഡ് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ആംഗിളാണിത്. ആൻഡ് ആംഗിൾ പി ക്യു ബി എന്ന് പറയുന്നത് ആംഗിൾ പി ക്യു ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതുപോലെ ആംഗിൾ ഡി സി ബിയും 90 ഡിഗ്രി ആണ്. ആൻഡ് ആംഗിൾ ബി ക്യു പി ക്യു അത് 90 - എക്സ് ഡിഗ്രി ആയിരിക്കും. ഇത് എക്സും ഇത് 90 ആണെങ്കിൽ ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 - എക്സ് ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളും എത്ര തന്നെ ആയിരിക്കും? 90 - എക്സ് ഡിഗ്രി ആയിരിക്കും. സോ ആ രണ്ട് ട്രയാങ്കിൾസും എന്തായി? സിമിലർ ട്രയാങ്കിൾസ് ആയി. അപ്പോൾ നമുക്ക് ആ രണ്ട് ട്രയാങ്കിളിനും കൂടെ സൈഡ്സിൻ്റെ റേഷ്യോ ഒന്ന് എഴുതി നോക്കാം. ട്രയാങ്കിൾ ബി ക്യു പി, ട്രയാങ്കിൾ ബി സി ഡി. ഓക്കെ, എക്സും 90 - എക്സും. ഓക്കെ, അപ്പോൾ ഈ ബി ക്യു പിയിൽ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് പി ക്യു ആണ് അല്ലേ? പി ക്യുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എച്ച് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നു. ആൻഡ് 90 - എക്സിന് ഓപ്പോസിറ്റുള്ളത് ബി ക്യു ആണ് അല്ലേ? അതും എഴുതി. ഇനി അതേപോലെ ബി സി ഡിയിലാണെങ്കിലോ, ബി സി ഡിയിൽ എക്സിന് ഓപ്പോസിറ്റുള്ളത് ഡി സി ആണ്. ഡി സിയുടെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 എഴുതി. 90 - എക്സിന് ഓപ്പോസിറ്റ് ഉള്ളത് ബി സി ആണ്. ഓക്കെ, അതും എഴുതി. അപ്പോൾ ഈ റേഷ്യോയും സെയിം ആയിരിക്കും. ഈ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ h/3 ഈക്വൽ ടു ക്യു സി ബൈ ബി സി ആൻഡ് h/3 ഈക്വൽ ടു ബി ക്യു ബൈ ബി സി. ഇതാണ് രണ്ട് ഇക്വേഷൻസ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ LHS തമ്മിൽ ആഡ് ചെയ്യുന്നു ആൻഡ് RHS തമ്മിൽ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ h/3 ഇവിടെ h/2 ആണ്. സോ h/3 പ്ലസ് h/2 ഈക്വൽ ടു ക്യു സി ബൈ ബി സി പ്ലസ് ബി ക്യു ബൈ ബി സി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അതായത് ഇത് രണ്ടിൻ്റെയും LHS തമ്മിൽ ആഡ് ചെയ്തു, അതുപോലെ RHS തമ്മിലും ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ h/3 പ്ലസ് h/2 ഈക്വൽ ടു ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുത്തിട്ട് ക്യു സി പ്ലസ് ബി ക്യു എന്ന് എഴുതാലോ. സോ ക്യു സി പ്ലസ് ബി ക്യു ആണ്. ഈ ക്യു സിൻ്റെ കൂടെ ബി ക്യു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ബി സി നമുക്ക് കിട്ടും അല്ലേ? സോ ഈ ക്യു സി പ്ലസ് ബി ക്യുവിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് ബി സി തന്നെ കൊടുക്കാം. സോ ബി സി ഡിവൈഡ് ബൈ ബി സി ഈക്വൽ ടു 1. ക്യാൻസൽ ചെയ്ത് പോയി 1 കിട്ടും. ഓക്കെ, സോ ഈ h/3 പ്ലസ് h/2 ഈക്വൽ ടു 1 എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. സോ 2h പ്ലസ് 2 × h 2h പ്ലസ് 3 × h 3h ഡിവൈഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2h പ്ലസ് 3h എന്ന് പറയുന്നത് 5h ഈക്വൽ ടു ഈ ഡിവൈഡ് ബൈ 6 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇൻറ്റു 6 ആവും. സോ h is ഈക്വൽ ടു 6/5 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. 6/5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.2 മീറ്റേഴ്സ് വരും. ഓക്കെ, അപ്പോൾ ഈ h എന്ന് പറയുന്നത്
അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി. അതായത് ഈ ഒരു പോൾസിൻ്റെ റോപ്സ് തമ്മിൽ ക്രോസ് ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 1.2 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് അത് ക്രോസ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൂവ് ദാറ്റ് ദിസ് ഹൈറ്റ് വുഡ് ബി the same whatever the distance between the poles. ഈ ഡിസ്റ്റൻസ് എന്തായാലും, അതായത് പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര മാറ്റിയാലും ഈ ഹൈറ്റ് എപ്പോഴും ഈ 1.2 തന്നെ ആയിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആക്ച്വലി അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ ഹൈറ്റ് എടുക്കുന്ന ഈ ഒരു ഇക്വേഷനിൽ ഒന്നും ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ, അതായത് ഈ BC എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് യാതൊരു പ്രസക്തിയില്ല. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? H is not related to distance between the poles. ഓക്കെ, ഇതാണ് അടുത്ത കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിനോട്ടിങ് ദ ഹൈറ്റ്സ് ഓഫ് ദി പോൾസ് ആസ് A, B ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ക്രോസിംഗ് അബോവ് ദ ഗ്രൗണ്ട് ആസ് H, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ A, B ആൻഡ് H. അതായത് ഇവിടെ ഈ തന്നിരിക്കുന്ന പോളിൻ്റെ ഹൈറ്റ് 3 മീറ്റേഴ്സ് ആണ്, ഇത് 2 ആണ്. സോ ഇതിന് പകരം ഇത് A ആയിട്ടും ഇത് B ആയിട്ടും കൊടുക്കുന്നു, ആൻഡ് ഈ ഹൈറ്റിനെ H ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? h/3 പ്ലസ് h/2 ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ 3ക്ക് പകരം A കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? h/A പ്ലസ് h/B ഈക്വൽ ടു 1 എന്ന് എഴുതാം അല്ലേ. 3ക്ക് പകരം A മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് H ആണ്, h/B ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെ പരസ്പരം ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ അല്ലെങ്കിൽ വേണ്ട, ഇതിൽ നിന്ന് H കോമൺ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ h/A എന്ന് H കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് 1/A എന്ന് വരും, പ്ലസ് 1/B ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, സോ H ഇൻറ്റു ഇതിനൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു B is B പ്ലസ് A ഇൻറ്റു 1 is A ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു 1. ദെൻ H is ഈക്വൽ ടു AB ബൈ A പ്ലസ് B എന്നാണ് ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് H ഉം A യും B യും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, താങ്ക് യു.